ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിലെ ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം പല കാരണങ്ങൾ കൊണ്ടും ബൈബിളിലെ വളരെ ഗഹനമായതും വിശിഷ്ടമായതുമായ ഒരു പുസ്തകമാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നും വളരെ അകലെയുള്ളതായ ഊസ് ദേശത്താണ്. ഇതിലെ പ്രധാന കഥാപാത്രമായ ഇയ്യോബ് ഒരു ഇസ്രായേലിയൻ അല്ല. ഇതിൻ്റെ ലേഖകൻ ആരാണെന്നും പറഞ്ഞിട്ടില്ല. ഇയ്യോബിൻ്റെ പുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരു ചെറിയ ആമുഖത്തോടും ഉപസംഹാരത്തോടും കൂടിയാണ്. പുസ്തകത്തിൻ്റെ മധ്യഭാഗം ഗഹനമായ എബ്രായ കാവ്യങ്ങളാണ്. അവ സംഭാഷണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അത് ഇയ്യോബിൻ്റെയും 4 പങ്കാളികളുടെയും സംഭാഷണങ്ങളാണ്. അവരെ വിളിക്കുന്നത് സ്നേഹിതന്മാർ എന്നാണ്. ഇവയെല്ലാം ഒരുമിച്ച് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഇയ്യോബ് ഒരു സാങ്കല്പിക വ്യക്തിയല്ല. ഈ ലോകത്തിൽ ജീവിച്ചു മരിച്ച് അടക്കപ്പെട്ട ഒരു മഹാനായിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. ഇയ്യോബിന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും എന്ന് പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. ഇയ്യോബിനെ പരീക്ഷിക്കുന്നതിന് ദൈവം സാത്താന് അനുവാദം കൊടുക്കുകയും അവൻ്റെ പ്രാണനെ മാത്രം തുടരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായർ, അതായത് ശത്രു, വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോവുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തീ ആകാശത്തു നിന്ന് വീണ് കത്തുകയും ആടുകളും വേലക്കാരും അതിനിരയായി തീരുകയും കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. മാത്രവുമല്ല, ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും അടിക്കുകയും അത് യൗവനക്കാരുടെ മേൽ വീഴുകയും അവർ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ
ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്യാതെ തൻ്റെ ഭക്തി മുറുകെ പിടിക്കുകയാണ് ചെയ്തത്. വെറുതെ ഇയ്യോബിനെ നശിപ്പിക്കേണ്ടതിന് യഹോവയെ കൊണ്ട് സാത്താൻ സമ്മതിപ്പിച്ചു. അടുത്തതായി സാത്താൻ ഇയ്യോബിനെ ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവൻ ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഇയ്യോബിന് നേരിട്ട ഈ അനർത്ഥങ്ങളൊക്കെയും കണ്ടിട്ട് തൻ്റെ സ്നേഹിതന്മാരെ ഓരോരുത്തൻ താൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പാനും കടന്നു ചെന്നു. അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവനോട് കൂടെ നിലത്തിരുന്നു. ഇയ്യോബ് തൻ്റെ ജന്മദിവസത്തെ ശപിക്കുകയും സ്നേഹിതന്മാരുമായി തൻ്റെ വേദന പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് കേട്ട സ്നേഹിതന്മാർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുകയും ഭ്രമിക്കുകയും ചെയ്യുന്നു. നിന്റെ ഭക്തി നിന്റെ ആശ്രയവും നിന്റെ നടപ്പിൻ്റെ നിർമ്മലത നിന്റെ പ്രത്യാശയുമല്ലയോ? ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. തക്ക സമയത്ത് കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും എന്നീ വചനങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹിതന്മാർ ഇയ്യോബിനെ ആശ്വസിപ്പിച്ചു. പിന്നെ ഇയ്യോബും സ്നേഹിതന്മാരും തമ്മിൽ വാദിക്കുകയും ഉപദേശിക്കുകയും തർക്കിക്കുകയുമൊക്കെ ചെയ്തു. അങ്ങനെ ആശ്വാസവാക്കുകൾ നൽകുമെന്ന് വിചാരിച്ചിരുന്ന സഹോദരങ്ങളും കൂട്ടുകാരും അവനെ ഉപേക്ഷിച്ചു പോകുന്നു. എല്ലാവരാലും കൈവിടപ്പെടുന്ന അവസ്ഥ. ഒടുവിലായി ആദ്യം ആശ്വാസവാക്കുകൾ പറഞ്ഞ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായ എലീഫസ് ഇയ്യോബിനെ ഒരു മഹാപാപിയായിട്ടാണ് പിന്നീടത്തേതിൽ ചിത്രീകരിക്കുന്നത്. അവൻ്റെ ധനവും സ്വാധീനവുമൊക്കെ അന്യായമായി സമ്പാദിച്ചതായി പറയുന്നു. രണ്ടാമത്തെ സ്നേഹിതനായ ബിൽദാദ് ഇയ്യോബിനെ ഒരു ദുഷ്ടനായി ചിത്രീകരിക്കുന്നു. കൂടാതെ ദൈവത്തെ മറന്നുകളഞ്ഞുവെന്ന് പറയുന്നു. മൂന്നാമത്തെ സ്നേഹിതനായ സോഫർ ആകട്ടെ തന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം വിടുവായൻ എന്ന് വിളിച്ച് അവനെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. ഇയ്യോബിനോട് അവർ ദയ കാണിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ക്രൂരമായ സമീപനമായിരുന്നു അവരിൽ നിന്ന് ഇയ്യോബിന് നേരിട്ടത്. അന്ധകാരവും കെടാത്ത തീയും ഇയ്യോബിൻ്റെ ഓഹരി എന്നാണ് ഇവിടെ സോഫർ പറയുന്നത്. എന്നാൽ നാലാമത്തെ സ്നേഹിതനായ എലീഹു ആകട്ടെ തളർന്നു പോകുന്ന അവസരത്തിൽ ഇയ്യോബിനെ നീതീകരിക്കുന്ന വ്യക്തിയായിട്ടാണ് കടന്നു വരുന്നത്. ഒരു മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായ കാര്യങ്ങൾ അവനു വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതായി എലീഹു പറയുന്നു. ദൈവത്തിൻ്റെ കരുതൽ, ദയ, നീതി എന്നീ കാര്യങ്ങൾ എലീഹു 37-ാം അധ്യായത്തിലുടനീളം എടുത്തു പറയുന്നു. സ്നേഹിതന്മാർ തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞപ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിന് ഉത്തരമരുളി ചെയ്തു. നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് യഹോവ ഇയ്യോബിനോട് പല കാര്യങ്ങൾ ചോദിക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്തു. ഒടുവിലായി ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തന്നെ വേദനിപ്പിച്ച തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു.
അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണയവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർക്കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾക്ക് അവൻ യമീമ എന്നും രണ്ടാമത്തവൾക്ക് കെസിയ എന്നും മൂന്നാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേർ വിളിച്ചു. ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടു കൂടെ അവർക്ക് അവകാശം കൊടുത്തു. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ഇവിടെ ഇയ്യോബിന് നേരിട്ട പരീക്ഷ വളരെ വലുതായിരുന്നു. ഒന്നിലും ഇയ്യോബ് പാപം ചെയ്തില്ല. അതൊക്കെയും അതിജീവിക്കുവാനുള്ള ദൈവകൃപ ദൈവം ഇയ്യോബിന് നൽകുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും പരീക്ഷകൾ നേരിടുമ്പോൾ നാം പരസ്പരം പിറുപിറുക്കാതെ പഴിചാരാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ആമേൻ.